നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ചുടുകല്ലുകൾ ശേഖരിച്ച് അത് വീട് പണിക്ക് നൽകുക എന്നൊരു സംരംഭം. അന്ന് വലിയ രീതിയിലുള്ള വിവാദമായതാണ്, വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. BJP തന്നെ ആക്ഷേപിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരിഹസിച്ചിട്ടുള്ള, വിമർശിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ മേയറും ആര്യയുടെ മാതൃക പിന്തുടരുകയാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ചുടുകല്ലുകൾ 10 ദിവസത്തിനുള്ളിൽ തന്നെ അർഹരായവർക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞതായി മേയർ VV രാജേഷ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. കോർപ്പറേഷൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അർഹരായവർക്ക് ചുടുകല്ലിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞതായി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. മാർച്ച് 3-നായിരുന്നു ആറ്റുകാൽ പൊങ്കാല നടന്നത്. CPM ഭരണസമിതിയുടെ മാതൃക പിന്തുടരാൻ പുതുതായി മേയറായി ചുമതലയേറ്റ VV രാജേഷും തീരുമാനിക്കുകയായിരുന്നു. പാവപ്പെട്ട ആളുകൾക്ക് വീട് വയ്ക്കാൻ കട്ട കൊടുക്കുന്ന രീതി ഒന്ന് പിന്തുടർന്ന് നോക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. മേയർ നേരത്തെ തന്നെ അറിയിച്ചതാണ്. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കേണ്ട എന്ന് കരുതിയാണ് ആ പദ്ധതി തുടരുന്നതെന്നും മേയർ വ്യക്തമാക്കി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ ശേഖരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ സർക്കാർ ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കളായ നിർധന കുടുംബങ്ങൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. തുടങ്ങിയത് 2018-ൽ. നിലവിൽ വട്ടിയൂർക്കാവ് MLA ആയ VK പ്രശാന്ത് ആയിരുന്നു അന്ന് തിരുവനന്തപുരം മേയർ. പിന്നീട് വന്ന ആര്യ രാജേന്ദ്രൻ നേതൃത്വത്തിലുള്ള നഗരസഭാ കൗൺസിൽ ഈ മാതൃക പിന്തുടർന്നു. ആര്യയുടെ കാലത്തായിരുന്നു ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് നയിക്കപ്പെട്ടത്, വലിയ രീതിയിലുള്ള ട്രോളുകൾക്ക് നയിക്കപ്പെട്ടത്. എന്തായാലും ഈ പദ്ധതിയിൽ മേയർ നേരത്തെ പ്രതികരിച്ചത് CPM ഭരണസമിതിയുടെ മാതൃക തുടരാൻ തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഉന്നയിച്ച വിമർശനത്തെക്കുറിച്ചായിരുന്നു. മേയറോട് പ്രധാനമായും ചോദ്യങ്ങൾ ഉയർന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എഴുതി വിട്ടിട്ട് കാര്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പാവപ്പെട്ട ആളുകൾക്ക് വീട് വയ്ക്കാൻ കട്ട കൊടുക്കുന്ന രീതി ഒന്ന് പിന്തുടർന്ന് നോക്കാമെന്ന് മാത്രമാണ് തീരുമാനിച്ചത്. പക്ഷേ കണക്ക് നോക്കുമ്പോൾ കട്ട മാറ്റാൻ മാത്രം 10 ലക്ഷം രൂപ വരെ കൂലിയാകുന്നുണ്ടെന്ന് മേയർ പറഞ്ഞു. അപ്പോൾ അത്രത്തോളം കല്ല് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എത്ര പേർക്ക് കൊടുക്കാൻ സാധിച്ചു, ആ കണക്കുകളും പരിശോധിക്കണം. അങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കേണ്ട എന്ന് കരുതി അതുകൊണ്ട് പദ്ധതി തുടരുകയാണ് എന്നാണ് മേയർ നേരത്തെ വ്യക്തമാക്കിയത്. അതിനിടയിൽ പ്രതികരണവുമായി VK പ്രശാന്ത് വന്നിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടികൾ ശേഖരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ സർക്കാർ ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കളായ നിർധന കുടുംബങ്ങൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതി തുടങ്ങിയത് 2018-ൽ തൻ്റെ ഭരണകാലത്താണെന്ന് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് പറഞ്ഞു. പിന്നീട് വന്ന ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ കൗൺസിലും ഇത് പിന്തുടർന്നു. ഇതിലൂടെ 100-ലധികം കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായം എത്തിക്കാനായി. ഈ പദ്ധതി തുടങ്ങിയ കാലം മുതൽ അതിനെ എതിർത്ത് വന്നവർ ഇപ്പോൾ കോർപ്പറേഷൻ ഭരണത്തിലെത്തിയപ്പോൾ പദ്ധതി തുടരാൻ തീരുമാനിച്ചു എന്നറിയുന്നു. നല്ല കാര്യമാണെന്നായിരുന്നു VK പ്രശാന്തിൻ്റെ പ്രതികരണം. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. സംസ്ഥാനത്ത് പാചകവാതക സിലിണ്ടറിൻ്റെ ക്ഷാമം രൂക്ഷമാകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനിടയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷ് നിർണായകമായൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. ഇതിനോടനുബന്ധിച്ച് കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളുടെയും കാറ്ററിംഗ് ഉടമകളുടെയും യോഗം ചേരുകയുണ്ടായി. കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി യോഗത്തിൽ പങ്കെടുത്തു. അദ്ദേഹം സ്ഥിതിഗതികൾ വിശദീകരിക്കുകയും ചെയ്തു. പാചകവാതക ക്ഷാമത്തിന്റെ പേരിൽ ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കാൻ പാടില്ല എന്ന് ഹോട്ടൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല എല്ലാ കടകളിലും കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നൽകാവൂ എന്നും മേയർ വ്യക്തമാക്കി. മറിച്ച് എന്തെങ്കിലും സംഭവിച്ച് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ, പരാതിയായിട്ട് ഉന്നയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മേയർ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും വിധേന ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ കോർപ്പറേഷൻ മുൻകൈയെടുത്ത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങുമെന്ന് മേയറുടെ ഉറപ്പ്. കൂടുതൽ തീരുമാനങ്ങൾക്കായി സർവകക്ഷി യോഗവും തുടർന്ന് മുഴുവൻ കൗൺസിലർമാരുടെ ഓൺലൈൻ യോഗവും ചേരുമെന്നും മേയർ വ്യക്തമാക്കി. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒരിക്കൽ കൂടി നോക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളുടെയും കാറ്ററിംഗ് ഉടമകളുടെയും യോഗം ചേർന്നു. ബഹുമാനപ്പെട്ട കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ശ്രീ സുരേഷ് ഗോപി പാചകവാതക ക്ഷാമം നേരിടാൻ കേന്ദ്ര സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഭക്ഷണ സാധനങ്ങളുടെ വില വർധനവ് പാടില്ലെന്നും കടകളിൽ തിളപ്പിച്ച വെള്ളം കുടിക്കാൻ കൊടുക്കണമെന്നും നിർദ്ദേശം നൽകി. പാചകവാതകം പൂഴ്ത്തിവയ്ക്കുന്നവരെയും കരിചന്തക്കാരെയും കർശനമായി നേരിടാൻ പ്രത്യേക സ്ക്വാഡുകൾക്ക് രൂപം നൽകും. പരീക്ഷക്കാലമായതിനാൽ ഹോസ്റ്റലുകൾ അടച്ചുപൂട്ടുമെന്ന ആശങ്ക വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമുണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലെ രോഗികളും കൂട്ടിരിപ്പുകാരും ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഹോസ്റ്റലുകളിലും ഹോസ്പിറ്റലുകളിലും ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അവരെ സഹായിക്കുവാൻ കോർപ്പറേഷൻ മുൻകൈ എടുത്ത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങും. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ സർവകക്ഷി യോഗവും തുടർന്ന് മുഴുവൻ കൗൺസിലർമാരുടെയും ഓൺലൈൻ യോഗവും നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്.
എന്തായാലും രാജ്യത്തെ LPG ക്ഷാമം രൂക്ഷമാകുകയാണ്. സംസ്ഥാനത്ത് അനധികൃത LPG സിലിണ്ടർ വ്യാപാരം വളരെ വ്യാപകമായിരിക്കുന്നു. സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുകയും ബുക്കിംഗ് സ്ലിപ്പുകൾ ഇല്ലാതെ വിൽക്കുകയും സിലിണ്ടറുകൾ കൃത്രിമം കാണിക്കുകയും ചെയ്യുന്നതായി പരാതികൾ ഉയർന്നുണ്ട്. ഡീലർമാർ റെസിഡൻഷ്യൽ വീടുകളിൽ ഡസൻ കണക്കിന് സിലിണ്ടറുകൾ സൂക്ഷിക്കുകയും അവ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും ഡെലിവറിക്ക് മുൻപ് ഓരോ സിലിണ്ടറിൽ നിന്നും ചെറിയ അളവിൽ ഗ്യാസ് ചോർത്തുകയും ചെയ്യുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വീട്ടിൽ ഗ്യാസ് ഏജൻസി നരേലയിലെ ഒരു വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഡസൻ കണക്കിന് സിലിണ്ടറുകളാണ്. നരേലയിലുള്ള സ്വതന്ത്ര നഗറിലായിരുന്നു പരിശോധന നടത്തിയത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഡസൻ കണക്കിന് സിലിണ്ടറുകൾ കണ്ടെത്തിയത്. ചെറിയ പലചരക്ക് കട പ്രവർത്തിച്ചിരുന്ന വീട്ടിൽ നിന്ന് 50ഓളം LPG സിലിണ്ടറുകൾ കണ്ടെത്തി. അനധികൃത സിലിണ്ടർ വ്യാപാര കേന്ദ്രമായിട്ട് ഇത് മാറിയിരിക്കുകയാണെന്നും അന്വേഷണത്തിലൂടെ വ്യക്തമായി. സിലിണ്ടർ വാങ്ങാനെന്ന പേരിൽ വേഷം മാറി എത്തിയ പോലീസിനോട് നടത്തിപ്പുകാരനായ ഗോപാൽ സിലിണ്ടർ ലഭ്യമല്ലെന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ കൂടുതൽ പണം നൽകാമെന്ന് പറഞ്ഞതോടെ വൈകിട്ട് നൽകാമെന്ന് സമ്മതിച്ചു. ജസോള വിഹാറിലും വീടിനുള്ളിൽ ഒളിപ്പിച്ച രീതിയിൽ 60 സിലിണ്ടറുകൾ കണ്ടെത്തി. ആവശ്യക്കാർക്ക് ബുക്കിംഗ് രസീത് ഇല്ലാതെയാണ് സിലിണ്ടറുകൾ വിറ്റിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. അംഗീകൃത LPG ഏജൻസികളുടെ മറവിലാണ് തട്ടിപ്പ്. 1500 മുതൽ 500 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഓരോ സിലിണ്ടറിനും ഈടാക്കുന്നത്. ബുക്കിംഗ് ഉള്ള ഉപഭോക്താക്കളുടെ പേരിൽ വ്യാജ രസീത് തയ്യാറാക്കിയും സിലിണ്ടറുകൾ നൽകും. പണം ഓൺലൈനായി വാങ്ങാതെ നേരിട്ടുള്ള ഇടപാടുകളാണ് നടത്തുന്നത്. ബ്ലാക്ക് സിലിണ്ടർ എന്നാണ് അനധികൃതമായി നൽകുന്ന സിലിണ്ടറുകളെ വിൽപ്പനക്കാർ പറയുന്നത്. ഡെലിവറിക്ക് മുൻപ് ഈ സിലിണ്ടറുകളിൽ നിന്ന് ഏകദേശം 1/2 കിലോഗ്രാം മുതൽ 1.5 കിലോഗ്രാം വരെ വാതകം മറ്റ് സിലിണ്ടറുകളിലേക്ക് ഇവർ മാറ്റുകയും ചെയ്യും. അതായത് 14 കിലോഗ്രാമിൻ്റെ സാധാരണ സിലിണ്ടർ കരിഞ്ചന്തയിൽ വാങ്ങുമ്പോൾ 12 മുതൽ 13 കിലോഗ്രാം വരെ മാത്രമേ ഗ്യാസ് കിട്ടൂ. സാധാരണയേക്കാൾ ഇരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നത്. പകരം കാലി സിലിണ്ടർ നൽകാനില്ലെങ്കിൽ വില 5000 കടക്കും. എന്തായാലും സുരക്ഷ കൂട്ടിയിരിക്കുന്നു. അന്വേഷണമൊക്കെ ശക്തമാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പാചകവാതക സിലിണ്ടറിൻ്റെ ഒരു ക്ഷാമത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ ഡൽഹിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവധികളെല്ലാം റദ്ദാക്കി. എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും LPG വിതരണ ശൃംഖലയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടു. അടിസ്ഥാന സൗകര്യങ്ങൾ, ഗതാഗതം, വിതരണ ഉദ്യോഗസ്ഥർ എന്നിവയടക്കം സുരക്ഷ നൽകണം. നിലവിൽ രാജ്യതലസ്ഥാനത്തെ LPG വെയർഹൌസിന് 24 മണിക്കൂർ സുരക്ഷ ഡൽഹി പോലീസ് നൽകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ കൂടിയുള്ള അനാവശ്യ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കാനായി പ്രത്യേക യൂണിറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകളോട് ലോക്കൽ LPG സ്റ്റോക്കുകൾ ദിവസേന പരിശോധിക്കണമെന്നും വിതരണം തടയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം കൊട്ടുകരയിൽ വാഹനങ്ങൾക്ക് ഗ്യാസ് നിറയ്ക്കുന്ന പമ്പിൽ നിന്ന് 100 കണക്കിന് പേർക്ക് പാചകവാതക സിലിണ്ടർ നിറച്ചു നൽകി. വിവരമറിഞ്ഞ് കൂടുതൽ പേർ സിലിണ്ടറുമായി പമ്പിന് മുൻപിലെത്തി. പക്ഷേ നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർ ഇടപെട്ടു. ഇതോടെ വിതരണം നിർത്തി. കഴിഞ്ഞ ദിവസമാണ് കൊട്ടുകരയിലെ ഓട്ടോ LPG പമ്പിൽ നിന്ന് ഗ്യാസ് വിതരണം നടന്നത്. പാചകവാതക ആവശ്യത്തിനായി എത്തിയവരിൽ ഒന്നിലധികം സിലിണ്ടറുകളുമായി വന്നവരുമുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ പമ്പിന് മുൻപിലേക്ക് ആളുകളുടെ പ്രവാഹമായിരുന്നു. കോഴിക്കോട് ജില്ലയിലുള്ളവരും എത്തി. പക്ഷേ വിതരണം നിർത്തിയതായി പമ്പ് അധികൃതർ അറിയിച്ചതോടെ ആളുകൾ പിരിഞ്ഞുപോയി. അതേസമയം സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളും വാണിജ്യ പാചകവാതക വിതരണം വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്.